ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ ഈ വഴിയരികത്തൊക്കെ ചിലപ്പോൾ കാണാൻ കിട്ടാറുണ്ട് ബോഗൺവില്ല ചെടികൾ കാട് പോലെ വളർന്നു കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വളരാൻ അനുവദിച്ചാൽ അത് അങ്ങനെ തന്നെയാണ് വളരുന്നത്. അതൊരു ഭംഗിയുമില്ല കാണാൻ. പക്ഷേ നമ്മൾ വീട്ടിൽ നല്ല ഭംഗിയിൽ ഷേപ്പ് ചെയ്ത് വളർത്തിയാൽ ഭയങ്കര അട്രാക്റ്റീവാണ് നിറയെ പൂത്തു നിൽക്കുന്ന ചെടി കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബോഗൺവില്ല ചെടികളെ വേറെ വേറെ ഷേപ്പിൽ എങ്ങനെ വളർത്താമെന്നാണ് കാണിക്കുന്നത്. ബോഗൺവില്ലയിൽ വേറെ വേറെ ടൈപ്പ് ചെടികളുണ്ട്. ഇത് പൂക്കളുടെ നിറത്തിലും ആകൃതിയിലും ഉള്ള വ്യത്യാസമല്ല പറയുന്നത്, ചെടികളിലുള്ള വ്യത്യാസത്തെയാണ് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ വളർത്താൻ അതിന് പറ്റിയ ചെടി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 4 ടൈപ്പ് ചെടികളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ബുഷ് വെറൈറ്റി ബോഗൺവില്ലയാണ്. ഇത് അധികം ഹൈറ്റിൽ വളരില്ല, പക്ഷെ ഒരുപാട് ശാഖകൾ ഉണ്ടാകും. അതുപോലെ തന്നെ മുള്ളുകളും കുറവാണ് ഇതിൽ. ഇതിൻ്റെ ഇലകളും ചെറുതാണ്. മറ്റുള്ള കടലാസ് ചെടികളുടെ ഇലകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരു ഷോർട്ട് ബുഷി പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയ ഇനമാണ്. ഈ ചെടിയിൽ അധികം ശാഖകളില്ല. അതുപോലെ വളരുന്ന ശാഖകളെല്ലാം മുകളിലോട്ട് മാത്രം വളരുന്നതും നല്ല സ്ട്രോങ്ങുമാണ്. വളയ്ക്കാൻ പറ്റാത്തത്രയും സ്ട്രോങ് ആണത്. ഇത് നമുക്ക് ചെറിയ കുറ്റിച്ചെടിയായിട്ടും ഇതുപോലെ മീഡിയം ഹൈറ്റിലുള്ള ചെടിയായിട്ടും വളർത്താൻ അനുയോജ്യമാണ്. പക്ഷേ ശാഖകൾ വളരെ കുറവാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു ചട്ടിയിൽ 2 ചെടിയെങ്കിലും നടുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ നല്ല ബുഷിയായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. നല്ല പോലെ ശാഖകളായിട്ട് വളരുന്ന ഒരിനമാണിത്. ഇതിൻ്റെ ശാഖകൾ ഒരുപാട് സ്ട്രോങ്ങുമല്ല, എന്നാൽ വള്ളി പോലെ അത്രയും മെലിഞ്ഞതുമല്ല. ഇങ്ങനത്തെ ടൈപ്പ് നമുക്ക് എല്ലാ ഷേപ്പിലും വളർത്താൻ പറ്റും. ഇത് വേറൊരിനമാണ്. ഇതിൻ്റെ ശാഖകളെല്ലാം വളരെ മെലിഞ്ഞ് ബലമില്ലാതെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന തരത്തിലുള്ളതാണ്. ഇങ്ങനത്തെ ടൈപ്പ് നമുക്ക് വള്ളി പോലെ പടർത്തി വളർത്താനും അതുപോലെ വീടിൻ്റെ ഗേറ്റിന് മുകളിൽ ആർച്ച് ഷേപ്പ് ചെയ്യാനും ഒക്കെ നല്ല സ്യൂട്ടബിൾ ആണ്. ചെടിയുടെ ചുവട് തൊട്ട് അറ്റം വരെ നിറയെ ശാഖകളും ഉണ്ടാവും. അതുകൊണ്ട് നിറയെ പൂക്കളും ഉണ്ടാവും ഈ ടൈപ്പിൽ. കൂടാതെ ശാഖകളെല്ലാം താഴോട്ട് തൂങ്ങിക്കിടക്കുന്നത് കാരണം ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഇട്ട് വളർത്താനും നല്ലതാണ് ഈ ടൈപ്പ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ ചെടി വേണമെങ്കിൽ അതിന് സ്യൂട്ടബിൾ ടൈപ്പ് നോക്കി തിരഞ്ഞെടുക്കണം. ഇനി നമുക്ക് ബോഗൺവില്ല ചെടികളെ ഏതൊക്കെ ഷേപ്പിൽ വളർത്താൻ പറ്റുമെന്ന് നോക്കാം. 4 ഡിഫറെൻറ്റ് ഷേപ്സിലാണ് എൻ്റെ കയ്യിലുള്ള ചെടികൾ. ഒന്ന് ഇതുപോലെ ചെറിയ ബുഷി പ്ലാന്റ് ആണ്. ഇത്രയും ചെറിയ ഹൈറ്റിൽ നമുക്ക് ഏത് ടൈപ്പിനെയും വളർത്താൻ പറ്റും. രണ്ടാമത്തേത് മീഡിയം ഹൈറ്റ്. മീഡിയം ഹൈറ്റിൽ വളർത്തണമെങ്കിൽ ചെടികൾ കുറച്ച് ഹൈറ്റിൽ വളരുന്നതായിരിക്കണം. മൂന്നാമത്തേത് മഷ്റൂം ഷേപ്പ്, അതായത് താഴെ നിന്നും ഒറ്റ കമ്പ് മാത്രം ഒരു ഹൈറ്റ് വരെ വന്നിട്ട് മുകളിൽ റൗണ്ട് ബോൾ പോലെ നിൽക്കുന്നത്. നാലാമത്തേത് നല്ല ഹൈറ്റിൽ നീണ്ട ഷേപ്പ് പോലെ തന്നെ പോട്ടിൻ്റെ സൈസും ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ പോട്ടിലാണ് നമ്മൾ നടുന്നതെങ്കിൽ നമുക്ക് ചെറിയ ചെടിയെ കിട്ടുകയുള്ളൂ. വലിയ ചെടി വേണമെങ്കിൽ വലിയ പോട്ടിൽ നടണം. ഇപ്പോൾ ഈ ചെടി ഞാൻ നട്ടിരിക്കുന്നത് ഒരു വലിയ പെയിൻറ്റ് ബക്കറ്റിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഷേപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചെടി നമുക്ക് ഈ ഒരു ഹൈറ്റിലാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വളർച്ച ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഹൈറ്റിന് മുകളിലേക്ക് വളരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ വീതിയും നമുക്ക് ഈ ഒരു വീതിയാണ് ഈ പോട്ടിന് മാച്ചായിട്ടുള്ളത്. അപ്പോൾ ഇതിന് പുറത്തേക്ക് ശാഖകൾ വളരുമ്പോഴെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അതിന് പുറത്തേക്ക് വളരുന്നതിനനുസരിച്ച് നമ്മൾ ശാഖകൾ കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നിറയെ പൂ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ ഇങ്ങനെ നല്ല തിങ്ങി നിറഞ്ഞതുപോലെ പൂ വരണമെങ്കിൽ, ഡെൻസായിട്ട് ശാഖകളും പൂക്കളും ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരു 2-3 ചെടി ഒരു പോട്ടിൽ നടണം. അതിപ്പോൾ പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് വേണം നടാനായിട്ട്. ഇപ്പോൾ ഈ ചെടിയിൽ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ശാഖകൾ വേണ്ട. ഇതിന് മുകളിലാണ് നമുക്ക് വേണ്ടത്. ബോൾ പോലെ വേണം ഇതുപോലെ. അപ്പോൾ ഈ ഔട്ട്ലൈൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നുള്ളത്. ഇതിന് പുറത്തേക്ക് വളരുന്ന ഓരോ ശാഖയും നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇപ്പം നമുക്ക് ഈ ഹൈറ്റിന് മുകളിലേക്ക് ബ്രാഞ്ച് വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഇലഞ്ഞെട്ടുകളിൽ നിന്നെല്ലാമാണ് ബ്രാഞ്ചസ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്താൽ ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ബ്രാഞ്ചസ് മുളച്ച് വരും. പക്ഷേ ഈ ഹൈറ്റിൽ നിന്നും ഈ ഹൈറ്റിലേക്ക് വരുന്ന ഓരോ ബ്രാഞ്ചും നമ്മൾ വളരാൻ അനുവദിക്കാതെ കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീതിക്ക് പുറത്ത്, ഈ ഒരു സർക്കിളിന് പുറത്തേക്ക് വരുമ്പോൾ സൈഡിലേക്ക് വരുന്നതായാലും മുകളിലേക്ക് വളരുന്നതായാലും എല്ലാം നമ്മൾ അപ്പോൾ കട്ട് ചെയ്ത് നിർത്തണം. ഇപ്പോൾ അതേ ചെടി പ്രൂൺ ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത്. ഇതും അതുപോലെ റൗണ്ട് ഷേപ്പിൽ വളർത്തിയിട്ടുള്ള വേറൊരു ചെടിയാണ്. പക്ഷേ ഇത് ചെറിയ ഹൈറ്റിലാണ് നിർത്തിയിരിക്കുന്നത്.
നിങ്ങൾക്കിപ്പോൾ ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതിൻ്റെ ട്രങ്കിൻ്റെ വണ്ണം പെട്ടെന്ന് തന്നെ കൂടാനും കൂടുതൽ ശാഖകൾ ഉണ്ടാകാനുമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറയാം. അതിന് നമ്മൾ ഈ ചെടിച്ചട്ടി എടുത്തിട്ട് മണ്ണുള്ള സ്ഥലത്ത് വെക്കണം. അപ്പോൾ ചട്ടിയുടെ അടിയിലുള്ള തുളയിലൂടെ വേര് പുറത്തേക്ക് വന്നിട്ട് മണ്ണിൻ്റെ ഉള്ളിലേക്ക് അത് വളരും. അങ്ങനെ വളരുമ്പോൾ പെട്ടെന്ന് തന്നെ ചെടിക്ക് വണ്ണം കൂടുകയും അതുപോലെ ശാഖകളും കൂടുതലുണ്ടാവും. ഈ ചെടിയിൽ ഇപ്പോൾ വേര് പുറത്ത് വന്ന് മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് റൂട്ട് ഓവർ പോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഇനി സൂര്യപ്രകാശം വീഴുന്ന സൈഡിലാണ് എപ്പോഴും ചെടി വളരുക. അപ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന സൈഡിലായിരിക്കും കൂടുതൽ ശാഖകൾ ഉണ്ടാകുക. ഇപ്പോൾ ഈ ചെടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സൈഡിലേക്ക് കൂടുതൽ ശാഖകളും മറ്റേ സൈഡ് കുറച്ച് കുറവുമാണ്, ഫ്ലാറ്റായിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശാഖകൾ കുറവുള്ള ഭാഗത്തേക്ക് സൂര്യപ്രകാശം വീഴുന്നത് പോലെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ സൈഡിൽ നന്നായിട്ട് ബ്രാഞ്ചസ് വന്ന് കഴിയുമ്പോൾ മറ്റേ സൈഡ് സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിൽ വെക്കണം. ഇതിങ്ങനെ ടൈം ടു ടൈം തിരിച്ച് വെച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യൂണിഫോമായിട്ട് എല്ലാ സൈഡിലേക്കും ശാഖകൾ വളർന്നു കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.